വഖഫ് അധിനിവേശ വിരുദ്ധ സമരം കൂടുതൽ ശക്തിപ്പെടുത്താനൊരുങ്ങി മുനമ്പം സമരസമിതി. മാർച്ച് മാസം മുതൽ ദിവസങ്ങൾ നീളുന്ന വിവിധ സമര പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കടലിന്റെ മക്കൾ കടലിലേക്ക് എന്ന മുദ്രാവാക്യമുയർത്തി തീരദേശ ജനത മാർച്ച് 16-ന് രാവിലെ കടലിൽ മുങ്ങി നിരാഹാരമിരിക്കും. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഈ വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പം ജനത കടുത്ത സമരത്തിലേക്ക് തന്നെയാണ് നീങ്ങാനായി ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി വിവിധ സമര പരിപാടികളും അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മറ്റു വിവരങ്ങൾ? ടോണി, വഖഫ് അധിനിവേശ ശ്രമങ്ങളെ ചെറുക്കുന്നതിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മുനമ്പം സമരസമിതിയുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായാണ് മാർച്ച് മാസത്തിൽ കൂടുതൽ ശക്തമായ സമര പരിപാടികൾക്ക് അവർ പദ്ധതിയിട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് മാർച്ച് 16-നുള്ള കടലിൻ്റെ മക്കൾ കടലിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കടലിൽ മുങ്ങി നിരാഹാരമിരിക്കുന്ന സമരം. അതോടൊപ്പം തന്നെ എറണാകുളം MP ഹൈബീഡൻ്റെ വീട്ടിലേക്കുള്ള മാർച്ചുണ്ട്. അതോടൊപ്പം തന്നെ പദയാത്രകൾ സംഘടിപ്പിക്കും. ഈ രീതിയിലെല്ലാം തന്നെ മുനമ്പം വിഷയം, ആ വഖഫ് അധിനിവേശ ശ്രമത്തെ ചെറുക്കാനുള്ള സമരം, പോരാട്ടം ശക്തമായി തന്നെ തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. നമുക്കറിയാം, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇവരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു, പല വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതിനുശേഷം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചെങ്കിലും അതും ഫലവത്താകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലും ഇവർക്കൊപ്പം എന്നും നിന്നത് BJPയും ഹൈന്ദവ സംഘടനകളും മറ്റുമായിരുന്നു. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇവർ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഈ വഖഫ് ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഉള്ള നിയമ ഭേദഗതി മാത്രമാവും ഫലം കാണുക എന്നത് തന്നെയാണ്. അതുതന്നെയാണ് അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതിന് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഇവരുടെ വികാരം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന ആവശ്യം കൂടിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നതും. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.